ഈ ഒരു വാർഡിൽ നിന്ന് വെറുതെ നിങ്ങൾ വിജയിപ്പിച്ച് പറഞ്ഞയച്ചാൽ പോരാ. ഇവർക്ക് കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം നിങ്ങൾ നേടിക്കൊടുക്കണം. ഒരു പക്ഷേ മുക്കത്തെ മറ്റേത് വാർഡുകൾ എടുത്തു നോക്കിയാലും ഇല്ലാത്ത അത്രയും അധികം ഭൂരിപക്ഷം 7ാം വാർഡിൽ നിന്ന് ഇവർക്ക് നിങ്ങൾ കൊടുക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാവണം ഇനി അങ്ങോട്ടുള്ള 3 ദിവസങ്ങളിൽ നിങ്ങൾ നടത്താൻ വേണ്ടിയിട്ട്. കാരണം സുജി ചേച്ചിയെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരുമിച്ച് കുറച്ചു കാലം പ്രിയങ്ക ഗാന്ധിയുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആളുകളോട് ഇടപെടുന്ന ഒരു രീതിയാവട്ടെ, ആളുകളോട് സംസാരിക്കുന്ന ഒരു രീതിയാവട്ടെ, വളരെ ജനകീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് സുജി ചേച്ചി. അതുകൊണ്ട് നിങ്ങൾക്കൊരു ആവശ്യം പറഞ്ഞ് ഏത് സമയവും വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് സുജി ചേച്ചി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും സുജി ചേച്ചിയെ നിങ്ങളുടെ പഞ്ചായത്തിലേക്ക് പറഞ്ഞയക്കണം എന്നാണ് പറയാനുള്ളത്. ഈ ഒരു തിരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞല്ലോ വളരെ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മാസം മുമ്പ് ഈ പിണറായി വിജയൻ ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. നമ്മുടെ കേരളത്തിലെ ജനങ്ങളെയൊക്കെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അത്രയും സാക്ഷരതയുള്ള 100% സാക്ഷരതയുള്ള മറ്റൊരു ജനത ഈ ഇന്ത്യയിലില്ല. പക്ഷേ നമ്മളെപ്പോലെ എളുപ്പം പറ്റിക്കാൻ പെടുന്ന ഒരു ജനതയും വേറെ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിനാൽ തന്നെയാണ് പിണറായി വിജയൻ ഈ 9 വർഷക്കാലമായി നമ്മൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസം നവംബർ 1-ാം തീയതി പിണറായി വിജയൻ വലിയൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. എന്താ പ്രഖ്യാപനം എന്ന് വെച്ചുകഴിഞ്ഞാൽ, കേരളം ദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് എന്നാണ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രഖ്യാപനത്തിന് പിണറായി വിജയൻ എടുത്തത് 1 കോടി രൂപയെ അധികമാണ്. ഈ 1 കോടി രൂപ എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾ നികുതി കൊടുക്കുന്ന പണമാണ്. അപ്പൊ നമ്മൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഈ കേരളം എന്ന് പറയുന്നത് ദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് എന്ന് പറയുന്നത്. കേരളം ദാരിദ്ര്യമുക്ത സംസ്ഥാനമായിരിക്കും 3 സ്ഥലങ്ങൾ മാത്രം. എവിടെ? ഒന്ന് പിണറായി വിജയന്റെ വീട്ടില്, രണ്ടാമത്തത് ഗോവിന്ദൻ മാഷിന്റെ വീട്ടില്, മൂന്നാമത് ചിലപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വീട്ടിലും ചിലപ്പം ദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് ഉണ്ടാവുമായിരിക്കും. ഇത്രയും ദിവസമായിട്ട് സുജി ചേച്ചി ഈ വീടുകളും നിങ്ങളുടെ വാർഡുകളൊക്കെ കയറി പോകുന്നുണ്ട്. സുജി ചേച്ചി കയറുന്ന വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അന്നന്ന ദിവസത്തെ ആ ഒരു പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ പാടുപെടുന്ന കുടുംബങ്ങൾ ചിലപ്പോൾ സുജി ചേച്ചിയുടെ വാർഡിൽ ഉണ്ടാവാം. ഒന്നും പറയണ്ട, നമ്മൾ വയനാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഷീറ്റ് വലിച്ചു കെട്ടി അവിടെ താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ആളുകളൊക്കെ അടങ്ങിയിട്ടുള്ള കേരളത്തിലാണ് പിണറായി വിജയൻ നമ്മളെ പറ്റിച്ചുകൊണ്ട് പറയുന്നത് ദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്. അതിനു മുമ്പ് നമ്മളെ പറ്റിക്കേണ്ടായി. എങ്ങനെ നമ്മളെ പറ്റിക്കേണ്ടായത്? 2 തവണ നമ്മൾ നല്ല രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ അറിഞ്ഞിട്ടും, രണ്ടാമത്തത് നമ്മൾ അറിയാതെയും. ഒന്നാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, 5 വർഷം മുമ്പ് ഒരു കോവിഡ് മഹാമാരി വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിലല്ല, ഇന്ത്യ ലോകം മൊത്തം വന്നപ്പോഴും കേരളത്തില് നമ്മൾ ആ സമയത്ത് അന്നത്തെ ആരോഗ്യമന്ത്രിയെയും പിണറായി വിജയനും വിശ്വസിച്ച് പോയ ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ കുടുംബക്കാരൊക്കെ അകറ്റി നിർത്തി, നമ്മുടെ അയൽപക്കക്കാരെ അകറ്റി നിർത്തി, നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ മാസ്ക് ധരിച്ച് ഒരാളെ പോലും നമ്മൾ വിശ്വസിക്കാതെ കഴിഞ്ഞ കാലത്ത് നമ്മൾ വിശ്വസിച്ച് പോയ ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്നുള്ളത്. ആ പിണറായി വിജയൻ നമ്മുടെ മുന്നിലേക്ക് ഭക്ഷ്യ കിറ്റുമായി വന്ന സമയത്ത് നമ്മുടെ പാവപ്പെട്ട ആളുകള്, നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ഈ ഭക്ഷ്യ കിറ്റ് വാങ്ങി പിണറായി വിജയനെ വിശ്വസിച്ചു. ആ പിണറായി വിജയനെ വിശ്വസിച്ച ഫലമായിട്ട് നമ്മളെല്ലാവരും പിണറായി വിജയന് 2ാമതും വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്തതാണ് പിന്നീട് കാണുന്ന 5 വർഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മളോട് ചെയ്തത് എന്താ? ഈ കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ സർക്കാരിലുള്ള പിണറായി വിജയന്റെ ആളുകള് അവിടെ പുണ്യപാവനമായിട്ടുള്ള ശബരിമലയില് അയ്യപ്പന്റെ സന്നിധിയിലുള്ള സ്വർണം മോഷ്ടിക്കുകയായിരുന്നു. അപ്പൊ കുറച്ചു മുമ്പ് സണ്ണി ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞു. ആരെ കുറിച്ചാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇപ്പൊ ഒളിവിലുള്ള ഒരു MLA കുറിച്ചാ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒളിവിലുള്ള MLA തള്ളി പറയാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ആ CPM-ന്റെ നേതാവിനെ തള്ളി പറയാൻ ഇതുവരെ ഇടതുപക്ഷത്തിന്റെ ഒരാൾ പോലും വാ തുറന്നിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നമ്മളെ വീണ്ടും വീണ്ടും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് മറ്റൊരു പട്ടികയിൽ വന്നു. എങ്ങനെയാ പട്ടികയിൽ വന്നത്? ഈ ഇന്ത്യയിൽ നമ്മളെ എല്ലാവരും 2 തട്ടിൽ നിർത്തുന്ന പ്രവർത്തനമാണ് നരേന്ദ്രമോദി കാഴ്ചവെക്കുന്നത്. ബീഹാറിലും ഗുജറാത്തിലും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി കാഴ്ചവെക്കുന്നത്.
നമ്മളെ ഇത്രത്തോളം വർഗീയവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു ജനതയായി മാറ്റിയത് നരേന്ദ്രമോദിയാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള മതമുണ്ട്. ഇപ്പൊ നമുക്കൊരു മതബോധം തോന്നിയിരിക്കുന്നു. ഈ കേരളത്തിൽ ഇത്രയും കാലമായിട്ട് ഞാൻ ഹൈന്ദവനാണ്, ഞാൻ ക്രൈസ്തവനാണ്, ഞാൻ ഇസ്ലാമാണ് എന്നുള്ളൊരു ബോധം നമുക്കിടയിൽ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കൃത്യമായിട്ട് നമുക്കൊരു ബോധം വന്നു തുടങ്ങിയിരിക്കുന്നു. ആരാണ് ഇവിടേക്ക് നമ്മളുടെ ഇടയിലേക്ക് ഈ മതചിന്ത വളർത്തിയെടുത്തത്? ഇവിടുത്തെ RSS സർക്കാരാണ്. ഈ RSS സർക്കാരിന്റെ മുണ്ടിട്ട രൂപമാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിലേക്ക് കൃത്യമായിട്ട് RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയായിരുന്നു PM ശ്രീ പദ്ധതി എന്നുള്ളത്. PM ശ്രീ പദ്ധതി കേവലം വിദ്യാലയത്തിന്റെ ബോർഡ് മാറ്റുന്ന ഒരു പദ്ധതിയല്ല. PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാലയങ്ങളിലേക്ക് ഫണ്ട് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയല്ല. അങ്ങ് ഗുജറാത്തിലും അങ്ങ് ഉത്തർപ്രദേശിലും വിദ്യാഭാരതിയുടെ കീഴിൽ RSSന്റെ വിദ്യാഭ്യാസം നടപ്പിലാക്കുമ്പോൾ ആ വിദ്യാഭ്യാസം കേരളത്തിൽ നടപ്പിലാക്കാനുള്ള പദ്ധതിയാണ് PM ശ്രീ പദ്ധതി എന്നുള്ളത്. RSSന്റെ വർഗീയവൽക്കരിച്ചുകൊണ്ടുള്ള ചിന്തകൾ നമ്മുടെ താഴെ തട്ടിലുള്ള കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇഞ്ചിഞ്ചായി കുത്തിവെക്കുന്ന പദ്ധതിയാണ് PM ശ്രീ പദ്ധതി എന്നുള്ളത്. PM ശ്രീ പദ്ധതി ഗാന്ധിയെ കുറിച്ച് പഠിക്കുന്നില്ല. PM ശ്രീ പദ്ധതി പഠിക്കുന്നത് ഏറെ പ്രിയങ്കരനായിട്ടുള്ള നിസാം വരുന്നുണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാണ്. PM ശ്രീ പദ്ധതി പഠിക്കുന്നത് ഗോഡ്സെയും ഗോൾവാക്കറെയുമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു വളരേണ്ടത് ഗോഡ്സെയും ഗോൾവാക്കറെയുമാണ് എന്ന് ഇവിടത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് ഒത്താശ ചെയ്തുകൊണ്ട് ഒപ്പിട്ട പദ്ധതിയാണ് PM ശ്രീ പദ്ധതി എന്നുള്ളത്. കേരളത്തിലെ പ്രതിപക്ഷ സംഘടനകൾ ഒന്നടങ്കം PM ശ്രീ പദ്ധതിക്ക് എതിര് നിന്ന സമയത്തോ പിന്നോട്ട് വലിഞ്ഞ സർക്കാരാണ് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വർഗീയത കുത്തി നിറയ്ക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ഒരു മുന്നൊരുക്കമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വോട്ടുകൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് ചെയ്യണം. അപ്പൊ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ ചെയ്യാത്ത ആൾക്കാരാണ്, ഞങ്ങളോട് എന്തിനാ ഇങ്ങനെ പറയുന്നത്? നിങ്ങളോടല്ല ഇത് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 ദിവസം ഈ സുജചേച്ചി ആവട്ടെ, കന്നച്ചേച്ചി ആവട്ടെ, മിസ്സ ആവട്ടെ, അവർക്ക് ഓടുന്നതിന് ഒരു പരിധിയില്ല. നിങ്ങൾ നിങ്ങളുടെ അങ്ങാടികളിൽ ഇത് സംസാരിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് സംസാരിക്കണം. നിങ്ങളെ വിളിക്കുന്ന ബന്ധുക്കളോട് നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക? ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു മാറ്റം പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും നമുക്കൊരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, വീണ്ടും ഇവിടെ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ വാർഡിൽ കൃത്യമായിട്ടുള്ള ഫണ്ട് കൊണ്ടുവന്ന് സുജചേച്ചിക്ക് വികസനം കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളത്. ഒരു 5 വർഷം കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഇതേപോലെ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ നമുക്കിടയിലുള്ള ഈ വർഗീയ വിഷയങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ വിജയിക്കണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യണം. നിങ്ങളുടെ ഇടയിലേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. നിങ്ങളുടെ ഇടയിലേക്ക് ഇടതുപക്ഷത്തിന്റെ ആൾക്കാര് പറയാൻ പോകുന്ന 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് ഒറ്റ വോട്ട്. എനിക്ക് ഞങ്ങളുടെ ആളുകൾക്ക് ഒരു വോട്ട് മതി. ബ്ലോക്കിലേക്കും ജില്ലയിലേക്കും നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ. ആ പഞ്ചായത്തിലേക്ക് ഒരു വോട്ട് മാത്രം തന്നാൽ മതി എന്ന് പറയും. അപ്പൊ നമ്മളും വിചാരിക്കും ഒരു വോട്ടല്ലേ കുഴപ്പമില്ലാകുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ 3 വോട്ടുകളും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കണം. അതുപോലെ പ്രിയപ്പെട്ട സ്ത്രീകളോടാണ് പറയുന്നത്, നിങ്ങളുടെ അടുത്തേക്ക് വന്ന് അവർ പറയാൻ പോവുക സ്ത്രീ സുരക്ഷാ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. അതായത് 35-നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് 1000 രൂപ മാസം പിണറായി വിജയൻ തരുന്നു എന്ന് പറഞ്ഞ ഒരു ഫോമുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി വാട്സപ്പിലൂടെ സന്ദേശം അയക്കും. ഇതെല്ലാം പൊള്ളയായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് 11-ാം തീയതി രാവിലെ നേരത്തെ പോയി ഈ തിരുമ്പലും കുളിക്കലൊക്കെ അവിടെ നിൽക്കട്ടെ, അടിക്കലും തുടക്കലൊക്കെ അവിടെ നിൽക്കട്ടെ. പെണ്ണുങ്ങളോടാണ് ഞാൻ പറയുന്നത്. അതൊക്കെ മാറ്റി നിർത്തി രാവിലെ നേരത്തെ പോയി ഈ പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളുടെ വോട്ട് കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങളുടെ മറ്റു പണികൾക്ക് പോവാൻ.